കൃഷി വിജ്ഞാന കേന്ദ്രം ഒരു പ്രാഥമികമായ ഗവേഷണ സ്ഥാപനമല്ല. അത് കൈകാര്യം ചെയ്യുന്നത് പ്രാഥമികമായി അല്ലെങ്കിൽ പ്രധാനമായി 3 രീതിയിലുള്ള പ്രവർത്തനങ്ങളിലാണ്. ഒന്ന്, കർഷകരുടെ കൃഷിയിടങ്ങളിൽ തെളിയിക്കപ്പെട്ട സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുവാൻ അതാത് കാലത്തിനും അതാത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമായി ഭേദഗതികൾ വരുത്തുവാനുള്ള കർഷക കൃഷിയുടെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഒട്ടേറെ പരീക്ഷണങ്ങൾ ഈ കേന്ദ്രം നടത്തുന്നുണ്ട്. അങ്ങനെ തെളിയിക്കപ്പെട്ട, ഉദാഹരണമായി ഓണാട്ടുകരയിൽ, കുട്ടനാടിൽ അല്ലെങ്കിൽ തീരപ്രദേശങ്ങൾ, വ്യത്യസ്തമായ കാലാവസ്ഥയുള്ള ആലപ്പുഴ ജില്ലയിൽ ഇങ്ങനെ തെളിയിക്കപ്പെട്ട സാങ്കേതിക വിദ്യകൾ അടുത്ത പടിയായിട്ട് പ്രദർശനത്തോട്ടങ്ങളിലൂടെ കർഷകരുടെ നേതൃത്വത്തിൽ അവരുടെ തന്നെ കൃഷിയിടത്തിൽ നടത്തുന്ന പ്രദർശനത്തോട്ടങ്ങളിൽ അതിലൂടെ പ്രവർത്തികമാക്കിക്കൊണ്ട് കൂടുതൽ കൃഷിക്കാരിലേക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതിയിലുള്ള പ്രവർത്തനം. മൂന്നാമത്, ഇതിനെല്ലാം അനുബന്ധമായി ഒട്ടേറെ പരിശീലനങ്ങളും 1 ദിവസത്തെയും 3 ദിവസത്തെയും ഒരാഴ്ചത്തെയും 1 മാസത്തെയും 3 മാസത്തെയും ഒക്കെ ഒട്ടേറെ പരിശീലനങ്ങളും ഈ കൃഷി വിജ്ഞാന കേന്ദ്രം നൽകുന്നുണ്ട്. ഇതിന് ഒട്ടേറെ നേട്ടങ്ങളുടെ ഒരു പരമ്പര തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ട്. ഈ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനും അതിന് കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനുമുള്ള ഏറ്റവും സുവർണമായ അവസരമാണ് തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മണ്ണിൻ്റെ മൂല്യശോഷണവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നാളികേര കർഷകരുടെ നാടായ ഈ ഭാഗത്ത് ഈ വളക്കൂറ് നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ പ്രധാന മൂലകളുടെയും സൂക്ഷ്മ മൂലകളുടെയും കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഇല്ലാതായി പോകുന്നതുകൊണ്ട് തെങ്ങിലും മറ്റു വിളകളിലും ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഗവേഷണങ്ങൾ പല കേന്ദ്രങ്ങളും നടത്തിയിട്ടുണ്ട്. ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് എന്താണ് ശ്രീ ഡോക്ടർ സജനനാഥിന് പറയാനുള്ളത്? ഓണാട്ടുകര പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വിള തെങ്ങിനകത്ത്, തെങ്ങ് കൃഷിയിൽ നമുക്ക് അറിയപ്പെടുന്ന ഒരു സൂക്ഷ്മ മൂലകത്തിൻ്റെ കുറവ് എന്ന് പറയുന്നത് ബോറോണിൻ്റെ കുറവാണ് പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് നമ്മുടെ ഇല വിരിയാതെ പരസ്പരം ഒട്ടി നിൽക്കുന്ന ഒരു ഇതാണ് നമുക്ക് തെങ്ങിൽ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഇല വിരിയാതിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ അതേപോലെ വെള്ളയ്ക്ക പൊഴിയുന്ന ഒരു അവസ്ഥയും ബോറോണിൻ്റെ കുറവ് കൊണ്ട് സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. അതിന് നമുക്ക് CPCRAയുടെ തന്നെ ഒരു വളപ്രയോഗ ശുപാർശ എന്ന് പറഞ്ഞത് ശാസ്ത്രീയമായി ജൈവവളവും രാസവളവും ചേർക്കുന്നതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിലും ഏപ്രിൽ മാസത്തിലും ബൊറാക്സ് എന്ന ഒരു രാസവളം 250 ഗ്രാം വീതം തെങ്ങിന് നൽകുക. ഒരു തെങ്ങിന് 250 ഗ്രാം. ഇനി കായ്ഫലം ലഭിക്കാത്ത തെങ്ങിൻ തൈയാണെങ്കിൽ 150 ഗ്രാം വെച്ച് നൽകിയാൽ മതി. അതാണ് നമുക്ക് തെങ്ങിനുള്ള ബോറോൺ എന്ന സൂക്ഷ്മമൂലകത്തിൻ്റെ കുറവിനുള്ള പരിഹാര മാർഗം. പിന്നെ സൂക്ഷ്മമൂലകത്തിൻ്റെ കുറവ് സാധാരണയായി മണ്ണിൽ കാണുന്നുണ്ട്. അതിന് പല വിളകളിലും നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ട് വാഴക്കൃഷിയിൽ കണ്ടുവരുന്ന സൂക്ഷ്മമൂലകത്തിൻ്റെ കുറവിന് പല മൂലകങ്ങളുടെ കുറവുണ്ട്. അതുകൊണ്ട് നമ്മളത് ഓരോന്നും വേറെ വേറെ ഉപയോഗിക്കുന്നതിന് പകരം 5 സൂക്ഷ്മമൂലകൾ ചേർന്നിട്ടുള്ളൊരു മിശ്രിതം ബാംഗ്ലൂരുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് അവർ ഫോർമുലേഷൻ കൊടുത്തിട്ടുള്ള ഒരു സൂക്ഷ്മമൂലക മിശ്രിതം നമുക്ക് ലഭ്യമാണ്. അത് ആലപ്പുഴ ജില്ലയിൽ കൃഷിവിജ്ഞാന കേന്ദ്രം പല സ്ഥലത്തായി ടെസ്റ്റ് ചെയ്ത് നോക്കിയതിൻ്റെ നല്ല ഫലത്തിൻ്റെ അനുഭവത്തിൽ ഞങ്ങളത് പ്രദർശനത്തോട്ടവും നടത്തി കഴിഞ്ഞതിന് ശേഷം കർഷകർക്ക് ആവശ്യമായതിനാൽ കൃഷിവിജ്ഞാന കേന്ദ്രം വഴി ഇതിൻ്റെ വിൽപ്പന ഞങ്ങൾ 2 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് 100 ഗ്രാമിന്, അതായത് ഏകദേശം 8 വാഴയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അളവ് 100 ഗ്രാമിന് 20 രൂപ വെച്ചും 250 ഗ്രാമിന് 50 രൂപ വെച്ചും കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഈ സൂക്ഷ്മമൂലക വളം ലഭ്യമാണ്. മറ്റൊന്നുള്ളത്, സാറ് നേരത്തെ സൂചിപ്പിച്ചത് മറ്റു വിളകൾ എന്ന് പറയുമ്പോൾ പച്ചക്കറി കൃഷിയിലും നമുക്ക് പല സൂക്ഷ്മമൂലകങ്ങളുടെയും ലഭ്യത കുറവ്, അപര്യാപ്തത ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിനും വേണ്ടി ബാംഗ്ലൂരിലുള്ള ഇതേ സ്ഥാപനം മറ്റൊരു വെജിറ്റബിൾ സ്പെഷ്യൽ എന്നൊരു സൂക്ഷ്മമൂലക മിശ്രിതം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആവശ്യാർത്ഥം കർഷകർക്ക് ഇതിൻ്റെ ആവശ്യം ലഭ്യമാക്കാനായി നമ്മൾ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഇത് 100 ഗ്രാമിൻ്റെ പാക്കറ്റായും 250 ഗ്രാമിൻ്റെ പാക്കറ്റായും യഥാക്രമം 20ഉം 50ഉം രൂപ വിലയ്ക്ക് നമ്മൾ കൃഷിവിജ്ഞാന കേന്ദ്രം വഴി ഇത് കർഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വാഴ നട്ടാൽ ഒരു 5-6 മാസം വരെ ഒരുമാതിരി നല്ലപോലെ പുഷ്ടിയോട് കൂടി അത് വളർന്നു വന്നിട്ട്
അതിൻ്റെ തണ്ട് അങ്ങ് മേളത്തെ തണ്ട് അങ്ങ് ചാഞ്ഞു പോവുക. പിന്നെ സൂവികാഗ്രതം പോലെ മോള് വശം തേഞ്ഞു വരിക. അങ്ങനെ അത് വളരെയധികം മോശമായിട്ടാണ് അനുഭവം. പിന്നെ അതുപോലെ തന്നെ ചെല്ലിയുടെ ശല്യവുമുണ്ട്. ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കിട്ടണം. ചോദ്യത്തിന് ഡോക്ടർ മുരളീധരൻ തുടങ്ങും. അദ്ദേഹം ഒരു മണ്ണ് ഗവേഷണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞ ശേഷം ശ്രീമതി ലേഖ ഇതിന് ബാക്കി കൂട്ടിച്ചേർക്കും. ഇവിടെ രണ്ട് മൂന്ന് പ്രശ്നങ്ങളിലായിട്ട് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ആദ്യം തന്നെ ലീല മേഡം അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഉണാട്ടുകര മേഖലയിലും ആലപ്പുഴ ജില്ലയിൽ വിവിധങ്ങളായ മേഖലകളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഉണാട്ടുകര മേഖല, കുട്ടനാട് മേഖല, പൊക്കാളി മേഖല, തീരപ്രദേശങ്ങൾ, അങ്ങനെ വളരെ വ്യത്യസ്തമായ മണ്ണിൻ്റെ സ്വഭാവങ്ങൾ കാണിക്കുന്ന ചേർന്നിരിക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ പൊതുവായ സ്വഭാവങ്ങളിലുണ്ടായ കാര്യമായ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്ന് കുറച്ച് മനസ്സിലാക്കിയാൽ കൊള്ളാം. കാരണം പ്രത്യേകിച്ച് വാഴക്കൃഷിയിലും പച്ചക്കറി കൃഷിയിലും നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് സംസ്ഥാനത്തുടനീളം നടത്തപ്പെട്ട വിവിധങ്ങളായ പഠനങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മണ്ണിൻ്റെ അമ്ലതയാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഉണാട്ടുകര മണ്ണാണെങ്കിലും കുട്ടനാട് മണ്ണാണെങ്കിലും മണ്ണിൻ്റെ അമ്ലത മുൻപത്തേക്കാളും, കേരളത്തിലെ മണ്ണുകൾ മൊത്തം അമ്ലമുള്ള മണ്ണുകളാണെങ്കിലും മുമ്പത്തേക്കാളും മണ്ണിൻ്റെ അമ്ലത കൂടിയിരിക്കുന്നു. അപ്പോൾ അടുത്ത കാലത്തായിട്ട് മണ്ണിൽ നമുക്ക് പഴയതുപോലെ വിളവ് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേണ്ടത്ര ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുമ്മായം പ്രയോഗിക്കുക എന്നുള്ളത് നമ്മൾ മറന്നുപോയ ഒരു ശീലമാണ്, പണ്ട് ആൾക്കാർ ചെയ്തിരുന്നതാണ്. അപ്പോൾ കുമ്മായം പ്രയോഗിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് വാഴക്കൃഷിയിൽ വാഴയുടെ പുതുതായിട്ട് വരുന്ന ഇലകൾ പിന്നെ ചുരുൾ നിവരാതിരിക്കുക, മഞ്ഞ നിറം വരുന്ന ഇലകൾ പൊട്ടി കഷ്ണങ്ങളായിട്ടിരിക്കുക, അല്ലെങ്കിൽ അത് വളരെ ബ്രിട്ടിലായിട്ട് ഇങ്ങനെ സ്റ്റിഫായിട്ട് പൊട്ടിപ്പോകുന്ന പോലെ ഇരിക്കുക, അതുപോലെ 6 മാസം കഴിയുമ്പോൾ സാറ് പറഞ്ഞ പോലെ അതിൻ്റെ വളർച്ച മുരടിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ അമ്ലത്വവുമായി ബന്ധപ്പെട്ട്, അമ്ലത്വം കൂടുന്ന സമയത്ത് വാഴയ്ക്ക് വളരെ അത്യാവശ്യമായി വേണ്ട ചില പോഷകങ്ങൾ കാൽസ്യം, മെഗ്നീഷ്യം എന്നീ 2 പോഷകങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന മൊത്തത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ വാഴക്കൃഷിയിലും പച്ചക്കറി കൃഷിയിലും വളരെ പ്രധാനമായി ചെയ്യേണ്ടത്, വാഴക്കൃഷിയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു വാഴയ്ക്ക് 1 കിലോ എങ്കിലും കുമ്മായം 2 ഘട്ടങ്ങളിലായിട്ട്, നടുന്നതിന് മുമ്പ് കുഴികൾ തയ്യാറാക്കുന്ന സമയത്ത് രാസവള പ്രയോഗത്തിന് വളരെ മുമ്പ് തന്നെ 1/2 കിലോയും, പിന്നീട് ഒരു 3 മാസം പ്രായമുള്ള സമയത്ത് വളപ്രയോഗത്തിന് 2 ആഴ്ച മുമ്പ് എന്നുള്ള രീതിയിൽ കുമ്മായം പ്രയോഗിക്കുക എന്നുള്ള വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രയോഗിക്കുന്ന രാസവളങ്ങൾ ചെടികൾക്ക് ഉപയോഗിക്കപ്പെടാത്ത രീതിയിലേക്ക് പോവും. എന്നുവെച്ചാൽ മണ്ണിൽ നിന്ന് ചെടികൾക്ക് ഈ പോഷകങ്ങൾ വലിച്ചെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞ സ്റ്റേജിൽ വളർച്ച മുരടിക്കുന്നത്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അതുപോലെ തന്നെ ഈ കാൽസ്യം, മെഗ്നീഷ്യം എന്ന് പറയുന്ന 2 പോഷകങ്ങൾ കുമ്മായം പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കാൽസ്യം അതിനകത്ത് നിന്ന് കിട്ടും. ഡോളമൈറ്റ് എന്ന് പറയുന്ന കുമ്മായമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് മെഗ്നീഷ്യം ഉണ്ട്. അല്ലെങ്കിൽ സാധാരണ നീറ്റുകക്കയോ കുമ്മായോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന മൂലകത്തിൻ്റെ അഭാവം, കേരളത്തിലെ 90% മണ്ണുകളിലും മെഗ്നീഷ്യത്തിൻ്റെ അഭാവം വളരെ വ്യാപകമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സൂക്ഷ്മ മൂലകങ്ങൾ കൂടാതെ ഈ കാൽസ്യം, മെഗ്നീഷ്യം എന്ന് പറഞ്ഞ 2 മൂലകങ്ങളിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് നമ്മുടെ ഈ വാഴ, പച്ചക്കറി പോലുള്ള കടും കൃഷികൾ ചെയ്യുന്ന പ്രദേശങ്ങളിൽ മണ്ണിൻ്റെ അമ്ലത്വം വളരെ കൂടുതലുള്ളതായിട്ടും കാൽസ്യം, മെഗ്നീഷ്യം എന്നീ മൂലകങ്ങളുടെ അഭാവമുള്ളതായിട്ടും ബോറോൺ എന്ന സൂക്ഷ്മ മൂലകത്തിൻ്റെ അഭാവമുള്ളതായിട്ടും വളരെ വ്യാപകമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള മാനേജ്മെൻറ്റ്, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അതിനുശേഷം വരുന്ന കീടങ്ങളെയും രോഗങ്ങളെയും ആ രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റും. വാഴയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കീടമാണ് തടതുരപ്പൻ പുഴു, തടതുരപ്പൻ വണ്ട്. അത് വന്നിട്ട് വാഴയുടെ ഇലക്കവളുകളിൽ മുട്ടയിട്ട് പുഴുവാകുന്നു. ആ പുഴുവാണ് പിണ്ടിയെ ബാധിക്കുന്നത്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് വളരെ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രൂക്ഷമായിട്ട് കീടബാധ കണ്ട വാഴകൾ വേരോടെ, അതായത് മാണം സഹിതം എടുത്ത് വെട്ടിമാറ്റി ഏതെങ്കിലും ഒരു കീടനാശിനിയോ അല്ലെങ്കിൽ സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് കത്തിച്ച് കളയുക, അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ആക്കുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണങ്ങിയ കൈകൾ, മറ്റ് വാഴകളിലെ ഉണങ്ങിയ വാഴക്കൈകൾ നമ്മൾ ഉണങ്ങിയതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ മുറിച്ചു മാറ്റുക. എങ്കിൽ മാത്രമേ ഈ കീടത്തിൻ്റെ ആക്രമണം ഉണ്ടോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇനി ഈ കീടം വന്ന് ഈ വാഴയെ ആക്രമിക്കാതിരിക്കാനായിട്ട് മണ്ണും ചെളിയും കൂടെ കുഴച്ചിട്ട് കുഴമ്പ് പരുവത്തിലാക്കി വാഴയുടെ തടകളിൽ പുരട്ടിക്കൊടുക്കാം. അതിനോടൊപ്പം തന്നെ വേപ്പിൻ കുരു മിശ്രിതമോ വേപ്പിൻ പിണ്ണാക്കോ വാഴയുടെ ഇലക്കവളുകളിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അതുകൂടാതെ മുമ്പ് ഞാൻ പറഞ്ഞ ബ്യുവേറിയ ബാസിയാന എന്ന് പറഞ്ഞൊരു മിത്രകുമിള്, അതല്ലെങ്കിൽ മെറ്റാറൈസിയം എന്ന് പറഞ്ഞ മിത്രകുമിള്, ഏതെങ്കിലും ഒന്ന്
20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിൽ കലക്കിയിട്ട് വാഴയുടെ ഇലക്കവിളുകളിലും പിണ്ടിയിലും തടയിലും തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുകൂടാതെ ഒരു കെണിയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വാഴത്തട വെച്ച് തന്നെയാണ് ഈ കെണി ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 2 അടി നീളത്തിൽ വാഴത്തട മുറിക്കുകയും നെടുകെ പിളർക്കുകയും ചെയ്യണം. എന്നിട്ട് പിളർന്ന ഭാഗത്ത് ബ്യുവേറിയ എന്ന് പറഞ്ഞ മിത്രകുമിള് പൊടി രൂപത്തിൽ കിട്ടുന്നത് 10 ഗ്രാം പൊടി ആ പിളർന്ന ഭാഗത്ത് ബെതറിയിട്ട് ആ പിളർന്ന 2 ഭാഗങ്ങളൂടെ കൂട്ടിച്ചേർത്ത് വാഴ തോട്ടത്തിൽ അവിടെ ഇവിടെയായിട്ട് വെക്കുക. അങ്ങനെ വാഴ തടതുരപ്പൻ വണ്ടിനെ ആകർഷിക്കുകയും അങ്ങനെ ബ്യുവേറിയ എന്നുള്ള കുമിള് നമ്മൾ അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് കൊണ്ട് നശിക്കുകയും ചെയ്യും. ഈ കഴിഞ്ഞ വർഷം വരദ എന്ന് പറഞ്ഞൊരു ഇഞ്ചി ഞാൻ ചെയ്തു നോക്കിയിരുന്നു. അത് രാജീവ് സാറും എൻ്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ വർഷം ചെയ്തത്. ഇത്തവണ കാർത്തിക എന്ന് പറഞ്ഞൊരു പുതിയ എണ്ണം ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് തമ്മിൽ വളരെ വ്യത്യാസമായിട്ട് വരദയാണ് കൂടുതൽ പ്രധാനപ്പെട്ട് കണ്ടത്. കേടിലും വരദയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ ശരിക്കും ഇത് നമ്മുടെ നാട്ടിൽ നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്. ഇത് മാർക്കറ്റ് ചെയ്യാനായിട്ട് KVK ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ വരദ എന്ന് പറയുന്ന ഇഞ്ചി ഇനം കൂടുതൽ കൃഷിക്കാരിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കരുവാറ്റ പഞ്ചായത്തിൽ ഒരു മുൻനിര പ്രദർശന പരിപാടി